പാലക്കാട്ടെ ലഹരിവേട്ടയിലെ മുഖ്യ സൂത്രധാരൻ സലീം കസ്റ്റഡിയിലായിട്ടുണ്ട്. മണ്ണാർക്കാട് സ്വദേശിയാണ് ഇയാൾ. ലഹരിക്കടത്തിന്റെ പ്രധാന സാമ്പത്തിക സ്രോതസ്സും സലീം തന്നെ എന്നാണ് പോലീസ് പറയുന്നത്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുണ്, കഴിഞ്ഞ ദിവസം ഈ പറയുന്ന രീതിയിൽ ആളുകൾ പിടിയിലാകുന്ന സമയത്ത് അത് വലിയ വിവാദമാകുന്നു, അല്ലെങ്കിൽ വലിയ ശ്രദ്ധേയമായി മാറിയിട്ടുള്ള ഒരു ലഹരിക്കടത്ത് കേസാണ്. മറ്റ് വിശദാംശങ്ങൾ. പാലക്കാട് കഴിഞ്ഞ ദിവസം നടന്ന വലിയ ലഹരി വേട്ടയുടെ മുഖ്യ സൂത്രധാരനും ആ ലഹരിക്ക് പണം നൽകുന്ന വ്യക്തിയുമായ ആളെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. പാലക്കാട് മണ്ണാർക്കാട് സ്വദേശിയായ സലീമാണ് പിടിയിലായിരിക്കുന്നത്. ഇന്നലെ പുലർച്ചെ 2 മണിയോടുകൂടിയായിരുന്നു അന്തർ സംസ്ഥാന ലഹരിക്കടത്ത് മാഫിയയുടെ കാരിയർമാരായ 3 അംഗ സംഘം പോലീസിന്റെ പിടിയിലായത്. പാലക്കാട് നോർത്ത് പോലീസും ഡാൻസ് ഓഫ് സംഘവും നടത്തിയ പരിശോധനയിൽ കൊലോക്കോട് വെച്ച് ദക്ഷിണ കന്നഡ സ്വദേശിനി ബി ഫാത്തിമ, അവരുടെ പങ്കാളിയായ മലപ്പുറം സ്വദേശി അസറുദ്ദീൻ, അതുപോലെ തന്നെ സുഹൃത്ത് കോട്ടയം സ്വദേശി മുഹമ്മദ് നിസിഹ് എന്നിവരെയാണ് പിടികൂടിയത്. ഇവരിൽ നിന്ന് 1 കിലോയോളം MDMA-യും അതുപോലെ കൊക്കൈനും LSD സ്റ്റാമ്പുകളും ഹൈബ്രിഡ് കഞ്ചാവും ഉൾപ്പെടെ പോലീസ് കണ്ടെടുത്തിരുന്നു. കാറിന്റെ ഡീസൽ ടാങ്കിന് സമീപം ഒളിപ്പിച്ച നിലയിലായിരുന്നു 1 കോടി രൂപയിലേറെ വില വരുന്ന ലഹരി വസ്തുക്കൾ പോലീസ് പിടികൂടിയിരുന്നത്. ആ സമയത്ത് ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇതിന്റെ മുഖ്യ സൂത്രധാരനും അതുപോലെ തന്നെ ഈ ലഹരിക്കടത്ത് സംഘത്തിന്റെ തലവനുമായിട്ടുള്ളത് സലീം എന്ന വ്യക്തിയാണെന്നുള്ളത് പോലീസിന് മനസ്സിലായത്. തുടർന്ന് ഈ സലീമിന് വേണ്ടിയുള്ള പോലീസ് വലിയ രീതിയിൽ പരിശോധനയും ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണവും നടത്തുകയായിരുന്നു. ഒടുവിലാണ് ഇപ്പോൾ ഈ ലഹരി മാഫിയയുടെ തലവനായിട്ടുള്ള സലീം എന്ന പാലക്കാട് മണ്ണാർക്കാട് സ്വദേശി ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. ഏതായാലും ഇന്നിപ്പോൾ പാലക്കാട് ജില്ലാ പോലീസ് മേധാവി മാധ്യമങ്ങളെ കണ്ട് ഇതിന്റെ കൂടുതൽ വിശദ വിവരങ്ങൾ വ്യക്തമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.